സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യസ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ പുതിയ ദിവസത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുവെന്ന് നാം ഒന്നും അറിയുന്നില്ല. സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഏകദേശ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കാറുള്ളത്. ഒരുപക്ഷെ നാം അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, ഭരണരംഗത്ത്, വ്യവസായ രംഗത്ത്, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ യഥാർത്ഥമായ കാരണങ്ങൾ നാം അറിയുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ദേശത്ത് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അക്രമങ്ങളായിരിക്കാം, ഒരുപക്ഷെങ്കിൽ സമരങ്ങളായിരിക്കാം, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകളായിരിക്കാം. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടുന്നത്, ഇത് നടത്തിയ ആളുകൾക്ക് പ്രത്യേകമായ അജണ്ടയുണ്ട് എന്നുള്ളതാണ്. ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവർ എന്ത് കാര്യം ചെയ്താലും പൊതുജനങ്ങളുടെ മുൻപാകെ അവരെ ഉന്നതരാക്കുന്ന നിലയിലുള്ള പബ്ലിസിറ്റി ഓരോ കാര്യത്തിലും നടത്തപ്പെടുന്നു. ഒരാൾ ഒരു ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് ഒരുപാട് ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഈ ഗൂഢലക്ഷ്യങ്ങൾ ഒന്നും അദ്ദേഹം മറ്റുള്ളവരുടെ മുൻപാകെ പ്രകടിപ്പിക്കാതെ രഹസ്യമായി അദ്ദേഹം കരുക്കൾ നീക്കുന്നു. പൊതുജന മധ്യത്തിൽ അദ്ദേഹത്തെ ഏറ്റവും നല്ലവനായി ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ദീർഘനാളുകൾക്ക് മുൻപ് തന്നെ ആരംഭിക്കുന്നു. അതിനുവേണ്ടി സോഷ്യൽ മീഡിയയോ അതുപോലെയുള്ള വാർത്താ മാധ്യമങ്ങളോ ഒക്കെ അദ്ദേഹം ഉപയോഗിക്കുന്നു. നാട്ടിലെ പ്രസിദ്ധമായ പല പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യം ഉറപ്പാക്കുന്നു. ഒരു നല്ല ദാനശീലനായി അദ്ദേഹം സാധാരണക്കാരുടെ മുൻപാകെ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ഇലക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പൊതുജനത്തിൻ്റെ മുൻപാകെ ഏറ്റവും സമ്മതനായ ഒരു വ്യക്തിയായി അവതരിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് വേണ്ടി നിരന്തരം ജോലിയെടുക്കുന്ന ധാരാളം പേർ അണിയറയിലുണ്ടായിരിക്കാം. ഇതൊന്നും പൊതുലോകമോ പുറം ലോകമോ അറിയാറേയില്ല. അങ്ങനെ ഇലക്ഷൻ ആകാറാകുമ്പോഴേക്ക് വളരെ പരോപകാരിയായ, വളരെ ജനസമ്മതനായ ഒരു വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റിയെടുക്കുന്നു. അങ്ങനെ ഇലക്ഷനിൽ അദ്ദേഹം വിജയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രഹസ്യമായ അജണ്ടകൾ എന്തൊക്കെയെന്ന് പൊതുലോകം അറിയാറില്ല. എന്നാൽ അദ്ദേഹം പിന്നാമ്പുറത്ത് അതിനുവേണ്ടിയുള്ള കരുക്കൾ നീക്കുകയും പൊതുജനങ്ങളുടെ മുൻപാകെ അദ്ദേഹത്തെ പരോപകാരിയാക്കി അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കേവലം ഒരു ഉദാഹരണമായി ഞാൻ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് അന്വർത്ഥമാണ് എന്ന് കാണാൻ സാധിക്കും. എല്ലാ സംഭവങ്ങളുടെ പിന്നിലും ഒരു അജണ്ടയുണ്ട്. നാം അറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഓരോ സംഭവങ്ങളുടെ ബന്ധത്തിലും നമ്മുടെ ചുറ്റുപാടുകളിൽ നടമാടുന്നു. ചുരുക്കത്തിൽ എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ഒരു അജണ്ടയുണ്ട്. അത് നമ്മളാരും അറിയുന്നില്ല. എന്നാൽ ഒരുവൻ എല്ലാം അറിയുന്നു. അത് മറ്റാരുമല്ല, വലിയവനായ ദൈവമാണ്. ദൈവം കാണാതെയും അറിയാതെയും ഈ അഖിലാണ്ടത്തിൽ ഒരു കാര്യം പോലും സംഭവിക്കുന്നില്ല. നമ്മുടെ തലയിലെ ഒരു തലമുടി നാരിഴ പൊഴിഞ്ഞു വീഴുന്നത് പോലും കർത്താവ് അറിയുന്നു. അവിടുന്ന് അത്രമാത്രം അത്ഭുതവാനാണ്. അവിടുന്ന് ദൂരത്തിരുന്നു കൊണ്ട് നമ്മുടെ നിരൂപണങ്ങൾ ഗ്രഹിക്കുന്നവനാണ്. 139 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. നമ്മുടെ നടപ്പും കിടപ്പും അവിടുന്ന് ശോധന ചെയ്യുന്നു. നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള ഏക വഴി ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് മാത്രമാണ്. പരമാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനുള്ള ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു കർത്താവ് ദൈവരൂപത്തിലിരുന്നവനായിരുന്നു. എന്നാൽ ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചിട്ട് ഈ താണലോകത്തിലേക്ക് ദാസരൂപമെടുത്ത് മനുഷ്യനായി ജനിച്ചു വീണു. ആ കർത്താവ് സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ പരിപാവനമായ രക്തം സർവ്വ മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി ഒഴുക്കി. ഈ യേശു കർത്താവിനെ ആര് രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ അവർക്ക് പാപക്ഷമ ലഭിക്കുന്നു, ദൈവമക്കളായിത്തീരുന്നു. നിത്യത മുഴുവൻ അവർ കർത്താവിനോടുകൂടെ സന്തോഷിക്കുന്നു. ഈ അനുഗ്രഹത്തിലേക്ക് വരുവാൻ താങ്കൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എങ്കിൽ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ അതിനിടയാകട്ടെ. യേശുക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിതയാത്രയിൽ കാലുകളിടറാതെ ബലമേകും ദൈവത്തിൻ വചനങ്ങൾ നിത്യവും ശ്രവിപ്പാൻ സ്വർഗീയനാദം, ദ ഹെവൻലി വോയിസ്. എന്റെ ആകുലവേളകളിൽ എനിക്കാശ്വാസമായവനേ,
കഷ്ടതയിൻ നാളുകളിൽ ഞാൻ കൂടെയുണ്ടെന്നരുളിയോനേ. എൻ്റെ ആകുലവേളകളിൽ എനിക്കാശ്വാസമായവനേ. എൻ്റെ കഷ്ടതയിൻ നാളുകളിൽ ഞാൻ കൂടെയുണ്ടെന്നരുളിയോനേ. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. നീയല്ലോ എൻ ദൈവം, നീയല്ലോ എൻ പാറ, നീയല്ലോ എൻ അഭയസ്ഥാനം. എന്നെ നന്നായി അറിയുന്നവനെ, എൻ്റെ ആത്മസ്നേഹിതനെ, എനിക്കായി കുരിശിൽ മരിച്ച, എനിക്കായി തൻ ജീവൻ നൽകിയ നീയല്ലോ എൻ ദൈവം, നീ